നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചാണ്. റൂബൻ അമോറിം ഒഫീഷ്യലായിട്ട് മാനേജറായിട്ട് വന്നു കഴിഞ്ഞു. പുള്ളി ടാക്ടിക്കൽ അപ്രോച്ചും ടീം പ്ലാനും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമോറിത്തിന്റെ സിസ്റ്റത്തിൽ ഏതൊക്കെ പ്ലേയേഴ്സ് ആണ് പുറത്താകാൻ സാധ്യത എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഫാൻസിന്റെ സൈഡിൽ നിന്ന് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് പല പ്ലേയേഴ്സിനെയും അടിച്ചു പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള ഒരു അഭിപ്രായം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ പ്ലേയേഴ്സ് അത്ര മോശമൊന്നുമല്ല, അവർക്ക് ഒരു 6 months ടൈം കൊടുക്കുക. ഇപ്പൊ സമ്മർ വരെയുള്ള പെർഫോമൻസിൽ നല്ല പെർഫോമൻസ് കൊടുക്കുന്ന പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ സെല്ല് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്യുക എന്നുള്ള അഭിപ്രായം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഡിഫൻസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ലിസാൻഡോ മാർട്ടിനസ്, ഡിലീറ്റ് ഇവർ രണ്ടുപേരും അമോറത്തിന്റെ സിസ്റ്റത്തിൽ കളിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഹാരി മഗ്വയർ ഒരു ഹിറ്റ് ആൻഡ് മിസ് സെനാരിയോ ആണ്. പുള്ളി കോച്ചുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു, ഫാൻസുമായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി തിരിച്ചു വന്ന് പലപ്പോഴും നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇമ്പാക്ട് സബായിട്ട് പുള്ളി ടീമിൽ നിൽക്കുമോ അല്ലെ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഹാരി മഗ്വയറെ സമ്മറിൽ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇപ്പൊ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു കൺസേണിങ് ഫാക്ടറാണ്. നമുക്കറിയാം ക്രിയേറ്റീവായിട്ട് എറിക്സൺ ഇപ്പോഴും ആ ഒരു വിസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം പല മത്സരത്തിലും നമ്മൾ കണ്ടതാണ്. പുള്ളിയാണ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, ഗോൾ അടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കീ ആയിട്ടുള്ള പ്രീ പാസോ ഒക്കെ കൊടുക്കുന്ന എറിക്സൺ ആണ്. പക്ഷേ ഡിഫെൻസീവലി ഓടി നിൽക്കാൻ അല്ലെങ്കിൽ 90 minutes കളിക്കാൻ എറിക്സന് കഴിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പൊ കസമീറോയുടെ കാര്യം നമുക്കറിയാം. ചില കളികളിലൊക്കെ കിടിലമായിട്ട് കളിക്കും, ചില കളികളിലൊക്കെ വളരെ മോശം പെർഫോമൻസും ലൂസ് പാസും മിസ് പാസും ഒക്കെ കസമീറോയുടെ സൈഡിൽ നമ്മൾ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു എറിക്സണും കസമിറോവും അടുത്ത സമ്മറിൽ പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിന് പകരം കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറെ കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോബി മൈനോ ഉറപ്പായിട്ടും സിസ്റ്റത്തിൽ ഉണ്ടാവും. ഉഗാഡ്സെ പുള്ളിയുടെ സിസ്റ്റത്തിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് സിക്സി വേഴ്സസ് ഹോയ്ലാൻഡ് ഡിബേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു അടുത്ത 6 months രണ്ടുപേർക്കും ഒരു ടൈം പ്രൂവ് ചെയ്യാനുള്ള സമയം മാത്രമാണ്. ആര് ഇമ്പാക്ട് കൊണ്ടുവരുന്നു, പുള്ളിയുടെ സിസ്റ്റത്തിൽ നന്നായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ആരൊക്കെ ആയിരിക്കും, അതനുസരിച്ചായിരിക്കും ചിലപ്പോൾ അടുത്ത സീസണിൽ ആ പ്ലെയർ യുണൈറ്റഡിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോ ഒരു പോസിബിൾ ആയിട്ട് പറയുന്നത് സിക്സി ചിലപ്പോൾ അടുത്ത സമ്മറിൽ പുറത്തു പോയാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ വർക്ക് റേറ്റ് നോക്കിയാലും ഫിനിഷിംഗ് കുറച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹോയ്ലാൻഡ് ഉറപ്പായിട്ടും അടുത്ത സീസണിൽ യുണൈറ്റഡിൽ കളിക്കാനുള്ള സാധ്യതയുണ്ട്. സിക്സെ ചിലപ്പോൾ നല്ലൊരു ഓഫറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മറിൽ സെല് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പൊ ലെഫ്റ്റ് ബാക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂക്ക് ഷാ ഉറപ്പായിട്ടും സമ്മറിൽ പുറത്തു പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പുള്ളിയുടെ ഇഞ്ചുറി ഒരു നെക്സ്റ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞു. ഒരു സീസൺ നോക്കിക്കഴിഞ്ഞാൽ 3 to 6 months പുള്ളി ഇഞ്ചോർഡ് ആണ്. ലെഫ്റ്റ് ബാക്ക് കളിക്കാനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. ഗർനാച്ചോയുടെ കാര്യം നമുക്കറിയാം. അപ്പോൾ ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗർനാച്ചോനെ കളിപ്പിക്കോ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ അമാദിന് കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പുള്ളി 2 ഗോളൊക്കെ അടിച്ചു, കുഴപ്പമില്ലാത്ത ഡ്രിബിളിംഗ് എബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഫിസിക്കലി ഫിറ്റ് ആണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. വളരെ യങ് ആയിട്ടുള്ള പ്ലെയർ ആണ്. കുറച്ചുകൂടി എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റോളിലേക്ക് ഒരു പെർമനന്റ് ആയിട്ട് വെക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പൊ റൈറ്റ് വിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ഡാലോട്ടിനെ നമ്മൾ പലപ്പോഴും കളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഡിഫെൻസീവ് വൾണറബിലിറ്റീസ് ഡാലോട്ടിന്റെ സൈഡിൽ ചില സമയത്ത് കാണാറുണ്ട്. അപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വിങ് ബാക്ക് ആയിട്ട് മൾട്ടിപ്പിൾ പൊസിഷൻ കളിക്കാൻ പറ്റിയ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യണം എന്നുള്ള ഒരു പ്രയോറിറ്റി ചിലപ്പോൾ അമോറിയത്തിന് കാണും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ നമുക്കറിയാം ബ്രൂണോ ഫെർണാണ്ടസ് ഒരു ഓപ്ഷൻ ആയിട്ട് അവൈലബിൾ ഉണ്ട്. മെയ്സൺ മൗണ്ടിന്റെ കാര്യം നമുക്കറിയാം. ഇവർ രണ്ടുപേരും ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എസ്പെഷ്യലി അമോറിയസിന്റെ സിസ്റ്റം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ട് ബോൾ റിലീസ് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് റൺ ചെയ്യണം. എസ്പെഷ്യലി ഹൈ സ്പീഡിലാണ് മത്സരം കളിക്കാൻ പോകുന്നത്. അപ്പൊ ബ്രൂണോ ഫെർണാണ്ടസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റീവായിട്ട് കുഴപ്പമില്ലാതെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷേ സ്പീഡും മറ്റ് അജിലിറ്റിയും ഒരു ക്വിക്ക് പാസും ക്വിക്ക് റിലീസും ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഒരു ഔട്ട്പുട്ട് തരുന്ന പ്ലെയർ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി ആ സിസ്റ്റത്തിൽ എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്
ഒരു 6 months കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഇപ്പൊ ക്യാപ്റ്റൻ എന്ന രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. പക്ഷേ പുള്ളിയുടെ ബ്രാഗിങ് ഇഷ്യൂസും ക്യാപ്റ്റൻ എന്ന രീതിയിൽ പലപ്പോഴും ബാക്ക്ഫെയർ ചെയ്യാനുള്ള കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്തായാലും അടുത്ത 6 months മെയ്സൺ മൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ബ്രൂണോ ഫെർണാണ്ടസിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പീരീഡാണ്. അപ്പൊ പുള്ളിയുടെ സിസ്റ്റം അഡാപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വളരെ കട്ട് ഔട്ട് ആയിട്ടുള്ള ചില ഡിസിഷൻസ് ഒക്കെ അമോറത്തിന്റെ സൈഡിൽ നിന്ന് എടുക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ മേജർ ആയിട്ട് ഔട്ട് ഗോയിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പ്ലേയേഴ്സിന്റെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ മറ്റേതെങ്കിലും പ്ലെയറെ പുറത്താക്കണോ എന്ന് താഴെ കമന്റിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.